ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ചിന്തിക്കും, സിസ്റ്റർ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ചെയ്ത് കാണിക്കുമ്പോഴാണ് പഠിക്കുന്നത്. സിസ്റ്റർ സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് കുർബാനയ്ക്ക് നിൽക്കുകയാണ്. പാട്ട് പാടുന്ന കുട്ടിയുടെ വേഷവിധാനങ്ങൾ കണ്ടു കൊയറില്. അതിനുശേഷം ആ കുട്ടി തന്നെയാണ് ലേഖനവും വായിച്ചത്. പ്രിയപ്പെട്ടവരെ, സിസ്റ്ററിന്റെ ഉടുപ്പ് ടൈറ്റ് ആയതുകൊണ്ട് ഇത്രത്തോളം കയറ്റാൻ പറ്റുന്നില്ല. ഈ കയ്യ് ഇവിടം വരെയായിരുന്നു. ഇത് സിസ്റ്ററിന് കയറ്റാൻ പറ്റുന്നില്ല. ഒരു സിസ്റ്ററാണ്, അത് ഈ കയറ്റുന്നത് ശരിയല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊന്നും കൂടി കയറ്റണം, ഇവിടെ വരെ വരണം. ഇവിടെ വരെയാണ് ചുരിദാറിന്റെ ടോപ്പിന്റെ അതിന്റെ സ്ലീവില് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നിൽക്കുകയാണ് കയ്യ്. കുട്ടി കൊയറിൽ പാട്ട് പാടുന്നത് വോയിസിന് കൂടെ നിന്ന് ഇവള് പാടുന്നു. അത് കഴിഞ്ഞ് ലേഖനം ഇവള് വായിക്കുന്നു. ലേഖനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയിലെ ഷോള് ഈ കയ്യമ്മയ്ക്ക് വീണുപോയി. ഉടനടി വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി വീണ്ടും ഈ ഷോൾ എടുത്ത് ഇവിടേക്ക് ഇട്ട് വീണ്ടും വായന തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാർമൽ ഗൃഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, കയ്യ് ഇവിടം വരെയാണ്. ചുരിദാറിന്റെ ടോപ്പിന്റെ കയ്യ് ഇവിടം വരെ. മാരേജ് കഴിഞ്ഞിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 22-23 വയസ്സ്. ഇതിന്റെ കൈ ഇവിടെ വരെയാണ്. സിസ്റ്ററിനെ അങ്ങനെയൊന്നും ചെയ്യാൻ ഇഷ്ടമില്ല, എങ്കിലും ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിൽ പതിയും. ഷോളൊക്കെ ഇട്ടിട്ട് ചില വീഡിയോസ് ചെയ്തത് എല്ലാ അമ്മച്ചിമാരുടെയും മനസ്സിൽ പതിയും. എന്താണ് നമ്മളിവിടെ കാണുന്നത്? എന്ത് ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടുന്നത്? ആരാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്? ഇനി വികാരിയച്ഛൻ കൊച്ചന്മാർ ഇത് വിളിച്ച് പറയുകയാണെങ്കിൽ, മാതാപിതാക്കളുടെ പ്രതികരണം, അച്ഛന്മാർക്ക് പ്രലോഭനം വരുന്നുണ്ടെങ്കിൽ വേറെ ശരിക്കും വരുന്ന കുട്ടികളുടെ വസ്ത്രത്തിൽ നോക്കാനാണ് പറയുന്നത്. പിന്നെ കുറച്ച് നേരമല്ലേ കാണണ്ടോ, ബാക്കി എല്ലാ നേരവും അങ്ങോട്ടല്ലേ തിരിഞ്ഞു നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് അച്ഛൻ ഇത്രമാത്രം സംസാരിക്കുന്നത്? ഇതെല്ലാം പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇവിടെ നടക്കുള്ളൂ. രാമപുരം പാല കുഞ്ഞച്ചന്റെ സ്ഥലത്ത് സിസ്റ്റം ടീമും ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടെ കൊയറുകാർക്കൊക്കെ യൂണിഫോം, കൊയർകാർ യൂണിഫോം, എല്ലാ കാറ്റഗറിസം കുട്ടികൾക്കും യൂണിഫോം, എല്ലാ മത അധ്യാപകരും യൂണിഫോം. അതാണ് അതിന്റെ ശരി. ജൂൺ സ്കൂൾ തുറക്കുമ്പോഴേക്കും മെയ് മാസം ഏപ്രിലൊക്കെ സ്കൂൾ യൂണിഫോം കൊടുക്കുന്നു, നോട്ട് ബുക്ക് കൊടുക്കുന്നു, കുട കൊടുക്കുന്നു, അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. എങ്കിൽ വേദോപദേശം, മത അധ്യാപനം, കാറ്റഗറിസത്തിന് എന്തുകൊണ്ടെങ്കിലൊക്കെ ആയിക്കൂടാ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തൃശ്ശൂർ ഭാഗം ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പല സ്ഥലങ്ങളിൽ യൂണിഫോം ആയി കഴിഞ്ഞു. വേദോപദേശം, കാറ്റഗറിസം ഇത് സിസ്റ്റർ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു ഇടവക പള്ളിയിൽ ധ്യാനം കൊടുക്കാൻ ചെന്നപ്പോൾ, അതുകൊണ്ടാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം സിസ്റ്റർ കൈക്ക് വെച്ച് ചെയ്തത്. അത് കൈക്ക് കുറെ വെക്കാൻ പറ്റുന്നില്ല. ഇവിടെയായിരുന്നു അവളുടെ കൈ, ഇവിടെയായിരുന്നു കൈ. അവൾ തന്നെ ലേഖനം വായിക്കാൻ എത്ര സ്റ്റൈലിലാണ് നിൽക്കുന്നത്. നന്നായി ലേഖനം വായിച്ചു, നല്ല പാട്ട് പാടി, ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ഈ പുരുഷന്മാർ നിൽക്കുന്ന ആ സൈഡിലാണ് കൊയർ നിൽക്കുന്നത്. ഈ വശത്ത് സ്ത്രീകൾ, ഈ വശത്ത് പുരുഷന്മാർ. അവരുടെ ശ്രദ്ധ മുഴുവനും എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന, ദ ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ ഇൻ ദ വേൾഡ് ഈസ് ഹോളി മാസ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ടതായ എല്ലാ മഹത്വവും, എല്ലാ ചിട്ടകളും, ക്രമങ്ങളും, ജീവിത ക്രമങ്ങളും ഇവിടെ വരണം. ആമേൻ.